സത്യവാങ്മൂലത്തിൽ പൊരുത്തക്കേടുണ്ടെന്ന കോൺഗ്രസിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെയെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 8 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറുത്ത പാടുമില്ല. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരെ വെറുതെ വിടില്ല. സത്യം വിജയിക്കുമെന്നും കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇന്ന് എൻ്റെ 18 കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഒറ്റ ബ്ലെമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫെയിം ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. സത്യം എപ്പോഴും ട്രയംഫ് ചെയ്യും. അതൊരു ഒരു നോർമൽ പ്രക്രിയയാണ്. ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമോളപ്പിൽ, രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ സത്യവാങ്മൂലവും ഇപ്പോഴത്തെ സത്യവാങ്മൂലവും അദ്ദേഹത്തിന്റെ ആസ്തി വകകളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി തന്നെ, അതും നിയമപരമായി തന്നെ, ഈ ആസ്തികൾ അതേത് രീതിയിലാണ് അദ്ദേഹം സമ്പാദിച്ചതെന്നും അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും വ്യക്തമാകുന്ന ഒന്നാണ്. അതിനിടയിലാണ് ഈ വിവാദം വന്നിരിക്കുന്നതും. ഈ വിവാദത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചോദ്യങ്ങൾ, അതിന് അദ്ദേഹം നൽകിയ മറുപടി അതെങ്ങനെയായിരുന്നു? സുജിയ, രണ്ട് സമ്മിശ്ര പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായത്. ഒന്ന്, തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതേസമയം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയിൽ അതിവൈകാരികമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പരാതി തൻ്റെ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ തന്നെ പരസ്യമായി അധിക്ഷേപിക്കുന്നു, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്നടക്കമുള്ള രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹം പറയുന്നത്, തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരെ താൻ വെറുതെ വിടില്ല എന്നടക്കമുള്ള ഒരു വൈകാരികമായ ഒരു പ്രതികരണത്തിനാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മുതിർന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും തിരുവനന്തപുരത്ത് വിജയിക്കും എന്ന ഉറപ്പ് അദ്ദേഹം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നവരെ താൻ മറ്റു രീതിയിൽ നിയമപരമായ നടപടികളിലേക്ക് അവർക്കെതിരെ പോകുമെന്ന സൂചന കൂടി അദ്ദേഹം ഇന്ന് നൽകുന്നുണ്ട്. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് അദ്ദേഹം എത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നു. സുജിയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് ജെയ്സൺ പങ്കുവച്ചത്.